രണ്ടു ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. ട്രെയിനിലിരുന്ന് ഉറക്കുറക്ക മാണിക്കക്കല്ലെ മുഞ്ചത്തി പൂവ് എന്നൊക്കെ കൈകൊട്ടി പാടിയുന്ന ഒരു സംഘത്തിനെ ഒരു RPF കാരൻ വിളിച്ച് താക്കീത് കൊടുത്തു. ആദ്യം തന്നെ പറയാം, ഞാൻ ആ RPF കാരന്റെ ഭാഗത്താണ്. സത്യത്തിൽ ഈ വാർത്ത കണ്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം എത്തിയത് 2009 പുറത്തിറങ്ങിയ കേരള കഫേ എന്ന സിനിമയിലെ ലാൽ ജോസ് സംവിധാനം ചെയ്ത പുറംകാഴ്ചകൾ എന്ന ഷോർട്ട് മൂവിയാണ്. ആ പടത്തിലും ഇതേപോലെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. തന്റെ വീട്ടിലൊരു അത്യാവശ്യം സംഭവിച്ചു എന്ന വാർത്ത കേട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് എത്താനുള്ള ധൃതിയിൽ ഓടിപ്പോകുന്ന മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഇവരുടെ ഈ ചെയ്തികൾ കാരണം വളരെ അസ്വസ്ഥനാവുന്നുണ്ട്. ആ ഒരു കഥാപാത്രം അവസാനം പൊട്ടിത്തെറിച്ചതിൽ ഒരു തെറ്റ് പറയാനില്ല. ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ ഒരു സിവിക് സെൻസ് ആണ് തന്റെ കോ പാസഞ്ചേഴ്സിന് ശല്യം ഉണ്ടാക്കാത്ത രീതിയിൽ യാത്ര ചെയ്യുക എന്നുള്ളത്. ഈ സിനിമയിലെ ബസ്സിൽ മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടർ മാത്രമേ അങ്ങനെയുള്ളൂ എന്ന് നമുക്ക് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഇതേ ബസ്സിന്റെ വലിപ്പമുള്ള ഒരു 10-20 കോച്ചിലുള്ള ട്രെയിനിൽ അങ്ങനെ എത്ര യാത്രക്കാരുണ്ടായിരിക്കും? ഇതേപോലുള്ളവരുടെ ഒച്ചയും വിളിയും കാരണം ട്രെയിനിൽ തന്റെ കൈക്കുഞ്ഞിനെ ഉറക്കാൻ കഷ്ടപ്പെടുന്ന അമ്മമാരെ അടക്കം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് യാത്ര ചെയ്യുമ്പോൾ പാട്ട് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഒരു ടൂറിസ്റ്റ് ബസ്സോ വാനോ ഒക്കെ വിളിച്ച് ഇവർക്ക് യാത്ര ചെയ്യാവുന്നതാണ്. ഞാൻ ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോയി. പുറംകാഴ്ചകൾ എന്ന ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ കേരള കഫേയിൽ നിങ്ങളുടെ ഫേവറേറ്റ് മൂവി ഏതാണെന്നും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും താഴെ ഒന്ന് കമന്റ് ചെയ്യുക.